ഈശോയുടെ അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുവാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് എഫീസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായി ഒന്ന് വായിക്കാം. ഒരു ചെറിയ ഷോർട്ട് മെസ്സേജാണ്, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കുക. യൂട്യൂബിലൂടെ എന്നെ കാണുന്നവർ, ഫേസ്ബുക്കിലൂടെയും മറ്റ് ഇൻ്റർനെറ്റിലെ മറ്റ് മാധ്യമങ്ങളിലൂടെയും കാണുന്നവർ, ഇത് ഒരു ഷോർട്ട് മെസ്സേജ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് ഓഫ് ചെയ്യാതെ മുഴുവൻ കാണണമെന്ന് ദൈവസ്ഥലത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സഭയിലുള്ളവർ ശ്രദ്ധയോടെ ആയിരിക്കുക. എഫേസ്യൻസ് 6:18 വായിച്ചാണ്. പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കു വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത. എന്താ സ്ഥിരത എന്ന് പറഞ്ഞ് ഇങ്ങനെ ചാഞ്ചാടുന്ന കാണോ? സ്ഥിരത നല്ല ഉറച്ച മനോഭാവത്തോടെ ഏത് വിഷയം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും എടുത്ത നിലപാടിന് ഒരു വ്യത്യാസം ഉണ്ടാകില്ല എന്ന് പറയുന്നതാണ് സ്ഥിരത. അപ്പം പ്രാർത്ഥനയിൽ എങ്ങനെയായിരിക്കണം? സ്ഥിരതയുള്ളവനായിരിക്കണം. അപ്പൊ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയായിരിക്കണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം. ശ്രദ്ധിച്ചിരിക്കണേ, പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? സ്ഥിരതയുള്ളതായിരിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം. എന്നാണ് എന്തിനാ ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുക? എന്താ അതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്? സ്ഥിരം കർത്താവിനെ ആരാധിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യം. എന്നാൽ വരുന്ന പലർക്കും ആ വാക്യമൊക്കെ സുപരിചിതമാണെങ്കിലും ആത്മാവിലുള്ള പ്രാർത്ഥന എന്താണെന്ന് വ്യക്തമായ ബോധ്യമില്ലാത്തവരാണ്. ചിലർക്കറിയാം, ചിലർക്ക് അറിഞ്ഞുകൂടാ. ചിലത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ചിലർക്ക് ഇപ്പോഴും ജഡത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. യൂദയുടെ പുസ്തകം 1:20. യൂദ 1:20. യൂദ 1:20 വായിച്ചാണ്. നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ വിശ്വാസം, അങ്ങനെ അതിവിശുദ്ധ വിശ്വാസം നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായിക്കൊണ്ട്. ഓക്കെ, അപ്പം ഈ അതിവിശുദ്ധ വിശ്വാസം അല്ലെ, ആത്മീയ വർധനം, അതിവിശുദ്ധ വിശ്വാസവും ആത്മീയ വർധനയുടെയും ബേസ് എന്താണ്? പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. കൃപയും കൃപാവരങ്ങളും ചെറുമേൽ ജ്വലിക്കുന്നു. കാരണം എന്താ? പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. ഓക്കേ, റോമൻസ് 8-ാം അധ്യായം 26-27. റോമൻസ് 8:26-27 വായിച്ചാൽ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആത്മാവിലുള്ള പ്രാർത്ഥന എന്താണെന്ന് വായിച്ചാൽ. ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്തുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് അറിയുന്നു. ആത്മാവിന്റെ ചിന്ത എന്താണെന്ന് ആർക്കറിയാം? സർവശക്തനായ തമ്പുരാന് അറിയാം. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം. എന്തിന്? നിന്റെ അതിവിശുദ്ധ വിശ്വാസവും നിന്റെ ജീവിതത്തിലെ ആത്മീയ വർധനവും സ്ഥിരമായി നിലനിൽക്കണമെങ്കിൽ, അല്ലെ അത് ഉറയ്ക്കണമെങ്കിൽ, അതിൽ ജ്വലിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ആത്മശക്തിയോടെ സകലത്തിന്റെ മേലും മറുപടി ഉണ്ടാകണമെങ്കിൽ വ്യക്തിപരമായ ആത്മീയമായ ഒരു വളർച്ച നിനക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യൻസ് 14
14-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 14:14. 1 കൊരിന്ത്യർ 14:14. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോഴാരാ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. എന്റെ ബുദ്ധി എന്താണ് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം? അവിടെ എന്റെ ബ്രെയിൻ അല്ല ഫങ്ഷൻ ചെയ്യുന്നത്. ഇവിടെ കിട്ടുന്നുണ്ടോ? സൗര പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ട്. എന്താ പ്രാർത്ഥിക്കുന്നേ? കർത്താവേ, എനിക്ക് ഒരു നല്ലൊരു വണ്ടി വേണം. കർത്താവേ, എൻ്റെ വീട് പണി പൂർത്തിയാകണം. കർത്താവേ, എൻ്റെ ലോൺ അടയ്ക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകണം. കർത്താവെ, ഞാൻ ജോലിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി ഉണ്ടാകണം. കർത്താവെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൻ്റെ അകത്തൊരു ഇടപെടൽ ഉണ്ടാകണം. കർത്താവെ, എങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ഭൗതികമായ വിഷയങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുവാൻ ബുദ്ധി നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു. ബുദ്ധി നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് അതിനു വേണ്ട ഇൻസ്ട്രക്ഷൻസ് ബുദ്ധി നൽകുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വാ തുറന്ന് എന്ത് ചെയ്യും? അധരം ചലിപ്പിച്ച് ഈ വിഷയങ്ങളെ സമർപ്പിക്കും. നിങ്ങൾ അതിനെ പ്രാർത്ഥനയെന്ന് വിളിക്കുന്നു. ആ പ്രാർത്ഥനയാണ് വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് പറയുന്നു. കാരണം ഇവിടെ വചനം പറയുന്ന പ്രാർത്ഥന ബുദ്ധി എന്താണ്? ഇനാക്റ്റീവ് ആവും. ബുദ്ധി ഇനാക്റ്റീവായി മാറും. മനസ്സിലായോ? പിടികിട്ടിയോ? ബുദ്ധി എന്താണ്? ഇനാക്റ്റീവായി മാറി. പകരം ആരാ ആക്റ്റീവായി മാറിയത്? പരിശുദ്ധാത്മാവ്. ഞാൻ പരിശുദ്ധാത്മാവിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ബുദ്ധി ഇനാക്റ്റീവായി. അപ്പോൾ ഞാൻ ബുദ്ധിയിലൂടെ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളല്ല പിന്നെ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. ബുദ്ധി ഈ ലോകത്തിന്റെ വസ്തുതകളുടെ ബേസാ പ്രാർത്ഥിച്ചത്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന വിഷയങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുക. എന്റെ ശരീരത്തിന്, എന്റെ മനസ്സിന്, എന്റെ ആത്മാവിന് വേണ്ടുന്ന സകലതും ഒരുക്കി തരുവാൻ തക്കോണം പിതാവിനോട് പ്രാർത്ഥിക്കുക. ഇത് സാത്താന് പിടികിട്ടുകയില്ല. സാത്താന്യ വർഗത്തിന്, ലോകത്തിന് പിടികിട്ടുകയില്ല. അതാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് എന്തെന്ന് ലോകക്കാർക്ക് മനസ്സിലാകില്ല. ഒരുപാട് ട്രോളുകളും കമന്റുകളും ഒക്കെ വന്നേക്കാം. ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായേക്കാം അന്യഭാഷ ആരാധനയെ സംബന്ധിച്ചും അന്യഭാഷയിലുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ചുമൊക്കെ. അതിന് നിങ്ങൾ മറുപടി പറയേണ്ട കാര്യമില്ല. കാരണം ബൈബിൾ എന്താണെന്ന് അറിയാത്തവർ പറയുന്ന, പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണെങ്കിലും ബൈബിളിലെ സത്യത്തെ, ബൈബിളിൽ ഇരിക്കുന്ന വചനത്തെ അറിയാൻ പറ്റാത്ത അറിയാത്ത പിശാച് മറച്ചു വെച്ച ഒരുപാട് പേരുണ്ട്. അവർക്ക് അന്യഭാഷ എന്താണെന്ന് അറിഞ്ഞുകൂടാ, പരിശുദ്ധാത്മാവ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥന എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. അപ്പൊ അവർക്ക് ബുദ്ധി കൊണ്ടുള്ള തെളിവായ പ്രാർത്ഥനകൾ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗം നമുക്കൊന്ന് വേഗം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 13-ന്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗം വായിച്ചാട്ടെ. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന് പേരുള്ള ശിമോൻ, കുലീനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ യോദാവോടുകൂടെ വളർന്ന മലായൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേശകന്മാരും ഉണ്ടായിരുന്നു അന്ത്യോക്യയിലെ സഭയിൽ. അന്ത്യോക്യയിലെ സഭയിൽ ഈ മേൽ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. ബാക്കി വായിച്ചു. അവർ കർത്താവിനെ ആരാധിച്ചു ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, ശ്രദ്ധിച്ചു കേട്ടോണേ, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിക്കുവീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. കേട്ടോ, പ്രാർത്ഥനയിൽ ആരുടെ ശബ്ദം വരികയാണ്, പ്രാർത്ഥനയിൽ ആരുടെ ഡിമാൻഡ് ഉണ്ടാകുകയാണ്, പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ആരുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നു? പരിശുദ്ധാത്മാവിന്റെ. കിട്ടുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് പറയുകയാണ്,
എന്റെ വേലയ്ക്ക് വേണ്ടി ഇന്നാരെ ഇന്നാരെ വേർതിരിക്കുക. ഒരാമീൻ പറഞ്ഞാണ് വായിച്ചു. അങ്ങനെ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥന, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുന്ന തരം. സ്തോത്രം. 15 അപ്പോസ്തലപ്രവൃത്തികൾ 13 ഇപ്പോൾ വായിച്ചത്. 15:28 വിഗ്രഹാർപ്പിതം, രക്തം, കേട്ടോണേ, ശ്രദ്ധിച്ച് കേട്ടോണേ. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരം ഒന്നും നിങ്ങളുടെ മേലിടരുതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും. കേട്ടോ, പിടികിട്ടുന്നുണ്ടോ? ഈ അപ്പോസ്തലപ്രവൃത്തികൾ 15-ാം അധ്യായത്തിന്റെ 6 മുതൽ വായിച്ചു വരുമ്പോൾ, ഇന്നത് വിശദീകരിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു പോവുകയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 15-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ന്യായപ്രമാണം ആചരിക്കണമെന്നും അതിനെ പാലിക്കണമെന്നും പറയുന്ന ചിലരുടെ ഇടപെടൽ, ചിലരുടെ ഉപദേശം, യഹൂദന്മാരുടെ ഇടയിൽ നിന്നും കർത്താവിനെ അറിഞ്ഞു വന്ന ചിലർ അവർ ശക്തമായ വാദഗതികൾ ഉന്നയിച്ചു. ന്യായപ്രമാണത്തെ എന്ത് ചെയ്യേണ്ടതാണ്? അതിനെ പാലിക്കേണ്ടതാണ്. മോശയുടെ കൽപ്പനകളും ഉപകൽപ്പനകളും ഉപദേശങ്ങളും സഭയിൽ പ്രസംഗ വിഷയമായി മാറേണ്ടതാണ്. പക്ഷേ അവിടെ അപ്പോസ്തലന്മാർ ഒന്നിച്ചുകൂടി ചർച്ച ചെയ്യുകയാണ് ഈ വിഷയത്തെ കുറിച്ച്. ഇങ്ങനെ തെറ്റായ രീതിയിലുള്ള തർക്കം അതിനകത്ത് വന്നപ്പോൾ പത്രോസ് ഉൾപ്പെടെ പറയുകയാണ്, നമ്മൾ കേൾക്കുന്നതല്ലേ, നമ്മൾ അറിയുന്നതല്ലേ ജാതികൾ അപ്പോസ്തലൻ എന്ന് പറയുന്നവന്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികൾ നമ്മളിലൂടെ തന്നെ കാണുന്നില്ലേ? എന്നെയും ദൈവം ചില ഘട്ടങ്ങളിൽ വേർതിരിച്ചത് നിങ്ങൾ അറിയുന്നില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ആ ഘട്ടത്തിൽ അവർ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവുകയാണ്. ആ ഇടപെടലാണ് പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്? വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ, എന്ന് പറഞ്ഞാൽ ആ വിഷയങ്ങളല്ലാതെ അതിനപ്പുറത്ത് ചട്ടങ്ങളും നിയമങ്ങളും കൊണ്ടുവരരുതെന്ന്. ഈ പറഞ്ഞ വിഷയങ്ങളിൽ കേന്ദ്രീകരിക്കുക. അതിനപ്പുറത്ത് ഇങ്ങോട്ട് എന്ത് ചെയ്യരുത്, അതിനപ്പുറത്ത് ചട്ടങ്ങളും നിയമങ്ങളും പ്രമാണങ്ങളും കൊണ്ടുവരരുതെന്ന് ആര് ബോധ്യം നൽകി? അല്ലെ, ആര് ബോധ്യപ്പെട്ടു? ആർക്ക് ബോധ്യപ്പെട്ടു? ഫസ്റ്റ് വൺ ആരെ കുറിച്ചാ പറയുന്നേ? അപ്പോസ്തലന്മാരെ കുറിച്ചല്ല പറയുന്നേ. പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും ബോധ്യം വന്നു എന്ന് പറഞ്ഞാൽ അവർ കൂടി ഇരുന്നതിന്റെ മധ്യത്തിൽ ആരുണ്ട്? 4 കസേര 10 കസേര ഇട്ടിരുന്ന് പ്രാർത്ഥിക്കുക. ആ 9 അപ്പോസ്തലന്മാരുടെ ഒരു കസേര കിടപ്പുണ്ട്. ആ കസേരയിൽ ആരിപ്പുണ്ട്? കണ്ടന്റ് മനസ്സിലാകുന്നുണ്ടോ? ആദ്യ ബോധ്യം പരിശുദ്ധാത്മാവിന് വന്നു. ആ ബോധ്യം ഞങ്ങളിൽ ബലപ്പെട്ടു. അതുകൊണ്ട് അതിനപ്പുറത്തുള്ള ഒരു ചട്ടമോ പ്രമാണമോ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഭാരമുണ്ടാക്കുന്നത്, ജാതികളിൽ നിന്നും വന്ന ജനത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഉചിതമല്ല. കേട്ടോ? അപ്പൊ ബോധ്യം ഉണ്ടായത് ആർക്കാ? ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനയുടെ ഇടപെടൽ നോക്കിക്കോണം. എന്തൊക്കെയോ കാര്യം ഇന്നലെ പറഞ്ഞ വിഷയങ്ങൾ ഇന്നും പറഞ്ഞു, അത് നാളെയും പറയുന്നു, മറ്റന്നാളും പറയുന്നു. നല്ലൊരു കൺവെൻഷൻ, നല്ലൊരു കൂട്ടായ്മ, നല്ലൊരു ഞായറാഴ്ചത്തെ ആരാധന, കൈയടിച്ചു, ആരാധിച്ചു. ആരാധനയെല്ലാം കഴിഞ്ഞ് വാതിൽക്കോട്ട് വീട്ടിൽ നമ്മുടെ ഹോളിൽ നിന്ന് ഇറങ്ങി കാറിലോട്ട് കയറാൻ പോവുക, വാഹനങ്ങളോട്ട് കയറുക. ഇങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടായ്മ. ആ ഹായ്ക്കകത്ത് എല്ലാം ഉണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ പോലെ ഈ ഞായറാഴ്ചയും പോയി. നീ വെച്ച വിഷയങ്ങൾ എന്തൊക്കെയാ? 50 പേരെണ്ണം ഇപ്പോഴും നടക്കാനുണ്ട്. 100-നകത്ത് 50 എണ്ണം നടന്നു, 50 എണ്ണം ഇപ്പോഴും നടക്കാനുണ്ട്. എന്താ വെച്ച വിഷയം? ബുദ്ധിയുടെ വിഷയം. വചനം പറയുന്നു, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കേണ്ടത് എന്താന്ന് തന്നെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, യേശു കർത്താവ് നല്ലൊരിടയൻ
തന്റെ ആടുകളെ പേർചൊല്ലി വിളിക്കുക. അവയെ പേർചൊല്ലി വിളിച്ച് അവയെ പുറത്തു കൊണ്ടുപോകുന്നു. ഇടയൻ അവർക്ക് മുമ്പായി നടക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപായി യേശു സഞ്ചരിക്കും. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇടയന്റെ ശബ്ദം നിങ്ങൾ കേൾക്കും. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അന്യന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുകയില്ല. അന്യന് നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. ആ ബോധ്യത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഒരു ചെന്നായുടെ മുന്നിലും ഒരു ഹിംസമൃഗങ്ങളുടെ മുന്നിലും നിന്നെ വിട്ടുകൊടുക്കാതെ നിന്നെ പരിപാലിക്കുന്ന നല്ലവരുടെയെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ബോധ്യം തരികയാണ്. നിന്നെ പാതി വഴിക്ക് ഇട്ടിട്ട് ഓടിക്കളയുന്നവനല്ല എന്റെ ഇടയൻ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അരുമനാഥ, പ്രിയപിതാവേ, യേശു അപ്പ, വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. ഞങ്ങളുടെ ഇന്ന വിഷയങ്ങൾക്ക് മറുപടിയില്ല എന്ന്, ഇന്ന പ്രാർത്ഥനകൾക്ക് ഇതുവരെ മറുപടി ഉണ്ടായിട്ടില്ലെന്ന് ഞങ്ങൾ പല വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകിയ അറിവിനെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേ പരിശുദ്ധാത്മാവിലൂടെ പ്രാർത്ഥിക്കുക. എന്താണ് പരിശുദ്ധാത്മാവിന് ഓരോ വിഷയങ്ങളുള്ള പ്രതികരണം? ഞാൻ എന്തു പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തരും. ഹല്ലേലൂയ. എനിക്ക് മുമ്പായി ഒരിടയനുണ്ട്. ഏത് ദുർഘടങ്ങളെയും മറികടക്കുവാൻ, ഏത് പ്രതിസന്ധികളെയും മറികടക്കുവാൻ ശക്തിയുള്ളൊരിടയൻ, ശക്തിയുള്ളൊരിടയൻ എൻ്റെ കൂടെയുണ്ട്. അവൻ എന്നെ വിട്ടുകളയുകയില്ല. അവന്റെ ഉള്ളം കയ്യിൽ ഞാൻ സുരക്ഷിതനത്രേ. ആ ബോധ്യം സർവ്വജനത്തിനു മേലും പകരുന്നതിനെ ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ കൃപയുടെ വ്യാപാരം വെളിപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം. തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ലാസ്റ്റ് ഡേ മിനിസ്ട്രി ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, ആത്മാവിൽ ചലിക്കുവാൻ എൻ്റെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ.